മലയാള സിനിമയിൽ ലുക്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ്. കാരണം മോഹൻലാലിന്റെ മുഖത്തിൽ വന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നു. ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ മുഖത്ത് വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചത്. അന്ന് പലരും കുറ്റപ്പെടുത്തിയെങ്കിലും ഇന്ന് മോഹൻലാലിനെ പ്രശംസിക്കുകയാണ്, ഒപ്പം ശ്രീകുമാർ മേനോനെ. കാരണം ശ്രീകുമാർ മേനോൻ അന്ന് മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചിട്ടാണല്ലോ ഇതുപോലെ ലുക്ക് വന്നത് എന്നതാണ്. ഇപ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ വീഡിയോകളിലും ചിത്രങ്ങളിലും കാണുമ്പോൾ എന്തൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ്. 2014ലെയും 2025ലെയും ലുക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യായിരുന്നു പ്രേക്ഷകർ. അന്നത്തെ മോഹൻലാലിന്റെ മുഖത്തെ ആ തടിയൊക്കെ മാറി, ഡബിൾ ചിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു മുഖത്തിലേക്ക് മോഹൻലാലിന്റെ ചേഞ്ച് വളരെയധികം പ്രശംസിക്കുകയാണ് പ്രേക്ഷകർ. കുറെ നാൾ താടിയൊക്കെ എടുക്കാതിരുന്നപ്പോൾ വലിയ വിമർശനമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉണ്ടായത്. ഇപ്പോൾ താടിയൊക്കെ ട്രിം ചെയ്ത് ക്ലീൻ ഷേവ് ചെയ്താലും ഗംഭീര ലുക്കിൽ മോഹൻലാൽ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഒരു തിരിച്ചുപോക്കിലും മോഹൻലാലിന്റെ 90 കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. അത് ശരിക്കും മുഖത്ത് വ്യക്തവുമാണ്. ഇപ്പോഴത്തെ മീശ പിരിച്ചുള്ള ലുക്കൊക്കെ ഗംഭീരമാണ്. ഇതേ ലുക്കിൽ തന്നെ ഒരു ഗംഭീര സിനിമ കൊടുക്കണമെന്ന രീതിയിലൊക്കെ പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ലുക്കിലാണ് സത്യം പറഞ്ഞാൽ ഭപപ എന്ന സിനിമയിൽ മോഹൻലാൽ വരുന്നത്. ഒരു ക്യാമിയോ വേഷത്തിലാണെങ്കിലും മോഹൻലാലിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്നാലും ആ ചിത്രം കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാം. അടുത്തിടെയാണ് ഭപപ എന്ന ചിത്രത്തിന്റെ പാലക്കാട് വാളയാർ ഷൂട്ടിംഗ് ഒക്കെ പാക്കപ്പ് ആയത്. അതിനുശേഷം മോഹൻലാലിന് ഇനിയും കുറച്ച് ദിവസങ്ങളുടെ ഷൂട്ടിങ്ങുകൾ ഭപപയുമായി ബന്ധപ്പെട്ട് ഉണ്ട് താനും. എന്നാൽ ഇപ്പോൾ ഷൂട്ടിംഗ് റാപ്പായപ്പോൾ മോഹൻലാൽ ഒരു അമേരിക്കൻ ട്രിപ്പിന് പോകുന്ന കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഒരു ഓണ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പോകുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒരു 3 ആഴ്ചയുടെ ടൂർ പ്ലാനിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് ട്രാക്കർമാരും എത്തിയിരുന്നു. അതിനുശേഷമായിരിക്കും മോഹൻലാൽ മേജർ പ്രോജക്റ്റുകളിലേക്ക് കടക്കുക. അത് സെപ്റ്റംബർ മുതലാണ് ആരംഭിക്കുക എന്നും ട്രാക്കർമാർ പറഞ്ഞു വെച്ചിരുന്നു. പുതിയ മോഹൻലാലിന്റെ നിരവധി സിനിമകൾ ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനുകളിൽ ആണല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാൽ ഒരു ഇടവേളയൊക്കെ എടുത്ത് പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ മോഹൻലാലിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഒരു ടൂറിലാണ് മോഹൻലാൽ കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ലുക്കുകളൊക്കെ അടുത്തിടെ ഏറ്റവും വലിയ വൈറലായിരുന്നു. ഇതും ഒരു കറുത്ത പാന്റും ഷർട്ടും അണിഞ്ഞ് തൊപ്പിയൊക്കെ വെച്ച് മോഹൻലാൽ ഒരു ചെറിയ ഷോപ്പിങ്ങിലാണ്. മോഹൻലാൽ ഷോപ്പ് ചെയ്യുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ പങ്കുവച്ച വീഡിയോ. മോഹൻലാൽ ഡ്രസ്സുകളൊക്കെ നോക്കുമ്പോൾ ആരോ പുറയിൽ നിന്നും എടുത്തതാണ്. മോഹൻലാലിനൊപ്പം വന്നവർ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എവിടെയാണ് ഇതെന്നുള്ള കൗതുകത്തിലാണ് പ്രേക്ഷകരല്ല. ഇതൊക്കെ വൈറലാകുന്നതിനപ്പുറം തന്നെ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ റിലീസായ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നിന്നുള്ള കുറെ സ്റ്റിൽസുകൾ സോഷ്യൽ മീഡിയയിൽ ആരാധക കൈകളിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും വലിയ വൈറലായി മാറിയ ദിവസം കൂടിയായിരുന്നു. നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റെതായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അതിലെ ഈ മോഹൻലാലിന്റെ വ്യത്യസ്തതയും നമുക്ക് കാണാൻ കഴിയും. എത്രമാത്രം ആ ലുക്കിൽ മാറ്റം വന്നിരിക്കുന്നു. പഴയ ഒരു രീതിയിലായിരുന്നെങ്കിൽ മോഹൻലാൽ ഇപ്പോൾ ശരിക്കും പ്രായം ചെന്ന ലുക്കിലേക്ക് പോയേനെ. ഒടിയൻ എന്ന ചിത്രത്തിൽ വന്ന മാറ്റമാണ് മോഹൻലാലിനെ ഇപ്പോൾ ഈ യങ് രീതിയിൽ ആക്കിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം മുതലേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ അതിഗംഭീരമായ ലുക്കിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇതും പ്രേക്ഷകർക്ക് അത്ഭുതം സമ്മാനിക്കുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ 2014ലെയും 2025ലെയും മോഹൻലാലിന്റെ ലുക്കുകൾ കമ്പയർ ചെയ്തുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും. 2013-2014 കാലഘട്ടത്തിലെ മോഹൻലാലിന്റെ ഈ ലുക്ക് ഇനി അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ മോഹൻലാൽ ഇപ്പോൾ വലിയ പ്രായമായ ലുക്കിലേക്ക് ആ ഫേസ് തന്നെ പോയേനെ. നമ്മൾ 1971 ബിയോണ്ട് ബോർഡേഴ്സിലൊക്കെ മോഹൻലാലിന്റെ ലുക്ക് ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ലുക്ക് വളരെയേറെ പ്രായം ചെന്ന ലുക്കിലേക്ക് മാറിയേനെ. പക്ഷേ ഒടിയനിലൂടെ മോഹൻലാലിന് വന്ന ചേഞ്ച് ആണ് ഈ ഒരു ലുക്കിലേക്ക് മോഹൻലാലിനെ എത്തിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ശ്രീകുമാർ മേനോന് നന്ദി പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തിയത്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഷോയിലൊക്കെ മോഹൻലാൽ ഗംഭീര ലുക്കിലാണ് എത്തിയതും. അങ്ങനെ മോഹൻലാൽ ലുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ലുക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് സാക്ഷാൽ യുവനിരയിലെ നസ്ലൻ എന്ന നടൻ. നിലവിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ യുവനടന്മാരിൽ ഒരാളാണ് നസ്ലൻ. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ഫാൻ ബേസും ഫാമിലി സപ്പോർട്ടും നസ്ലൻ സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രേമലുവിന്റെ വൻ വിജയവും പിന്നാലെ എത്തിയ ആലപ്പുഴ ജിംഖാനയും നസ്ലന്റെ സ്റ്റാർഡം ഉയർത്തിലെത്തിച്ചു. നിലവിൽ താരത്തിന്റെ ലൈനപ്പും പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നത് നസ്ലന്റെ പുതിയ ലുക്കാണ്. മെലിഞ്ഞ് മുടി നീട്ടി വളർത്തിയ ലുക്കിലാണ് നസ്ലൻ പ്രത്യക്ഷപ്പെട്ടത്. ചിത്രത്തിലുള്ളത് നസ്ലനാണെന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാനയ്ക്ക് വേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ നസ്ലൻ പുതിയ ഗെറ്റപ്പിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ലോക്കൽ നായകനെ പോലെ ഉണ്ടല്ലോ എന്ന രീതിയിലാണ് പ്രേക്ഷകരുടെ കമന്റുകൾ. എന്നാൽ പുതിയ ലുക്കിന് പിന്നിൽ നസ്ലന്റെ ലുക്കിനെ കളിയാക്കിക്കൊണ്ട് പലരും രംഗത്തെത്തി. ബംഗാളി ലുക്ക് എന്ന തരത്തിലാണ് പലരും നസ്ലനെ അധിക്ഷേപിക്കുന്നത്. പാൻ മസാലയുടെ പരസ്യത്തിൽ നസ്ലന്റെ മുഖം ഒട്ടിച്ചു വെച്ചാണ് പലരും കളിയാക്കുന്നത്. എന്നാൽ താരത്തിന്റെ ട്രാൻസ്ഫോർമേഷനെ അഭിനന്ദിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നസ്ലൻ രൂപമാറ്റം നടത്തിയതെന്ന് ഇതുവരെ വ്യക്തമല്ല. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ടൈംസിലാണ് നസ്ലൻ ഇനി ഭാഗമാകുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണോ താരം രൂപമാറ്റം നടത്തിയതെന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആസിഫ് അലി നായകനാകുന്ന ടിക്കി ടാക്കയിൽ നസ്ലനും പ്രധാന വേഷം
വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗാറ്റ്സ്ബി എന്ന കഥാപാത്രത്തെയാണ് നെസ്ലൻ അവതരിപ്പിക്കുന്നത്. ഇതുവരെ കാണാത്ത മാസ് കഥാപാത്രമാണ് ടിക്കി ടാക്കയിൽ ഗാറ്റ്സ്ബി. കയ്യിൽ തോക്കുമായി തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും വൈറലായിരുന്നു. നവാഗതനായ അരുൺ ഡൊമിനിക് സംവിധാനം ചെയ്യുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് നെസ്ലന്റെ അടുത്ത റിലീസ്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിൽ നിന്നും പുതിയ പോസ്റ്ററും പങ്കുവയ്ക്കുകയുണ്ടായി.